ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. കാന്ന് പറഞ്ഞിട്ടുള്ള പടം 50 കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ്. പിന്നെ ഭൈരവൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ദിവ്യാപിള്ളയുടെ പേര് പൂർണിമ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് ഒരു ക്യാരക്ടർ പോസ്റ്റ് വന്നു. പിന്നെ മഹാരാജ എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് സേതുപതിയിൽ 50ാമത്തെ പടം. ആ പടം ചൈനീസ് വെർഷനായിട്ട് ഇറങ്ങാൻ പോവുകയാണ് ചൈനയിൽ. അപ്പോൾ അതിൻ്റെ റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്ന 10 കോടിക്കാന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു വലിയ തൂക്കം തന്നെയാണ് വിറ്റ് പോയിട്ടുള്ളത്. നവംബർ 29 അവിടെ പടം റിലീസാവുക. പിന്നെ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള പടം പ്രൊഡ്യൂസ് ചെയ്ത വി ബീൻ ദ സി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി വീണ്ടും പ്രസന്റ് ചെയ്യുന്ന അടുത്ത പടമാണ്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞിട്ടുള്ള പടം. എസ് വി ബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കഥ എഴുതിയിട്ടുള്ളൂ, ഡയറക്ഷൻ ചെയ്യുന്നു. എന്തായാലും പടത്തിൽ അനശ്വരരാജൻ, ആസീസ് നെടുമങ്ങാട്, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, ബൈജു സന്തോഷ്, മല്ലിക സുകുമാരൻ, പിന്നെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും ഈ പ്രൊജക്ട് ഓണായിരിക്കുകയാണ്. പിന്നെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഇതുവരെയുള്ള കേരളത്തിലത്തെ കളക്ഷൻ 18.70 കോടിയാണ്. എന്തായാലും 20 കോടി എത്തും. പിന്നെ പടത്തിന്റെ തേർഡ് വീക്കിലുള്ള കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴും കുറേ സ്ക്രീനിലൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം തിയേറ്റർ ലിസ്റ്റ്. പിന്നെ ദ്രാണ ഡക്ബട്ടി ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട് നവംബർ 23 ആമസോൺ പ്രൈമിലൂടെ. അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന്റെ കന്നഡ ടീസർ വരുമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിന്റെ പോസ്റ്റർ ഇതാണ്. പിന്നെ വൺസ് മോർ എന്ന് പറഞ്ഞിട്ടുള്ള അതിഥി ശങ്കറും അർജുൻ ദാസ് അഭിനയിക്കുന്ന പടത്തിലത്തെ ഒരു പാട്ട് വന്നിട്ടുണ്ട്. ഇതയം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. അത് വിനീത് ശ്രീനിവാസനൊക്കെയാണ് പാടിയിട്ടുള്ളത്. പിന്നെ ഹലോ മമ്മി എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ 1 മില്യൺ+ വ്യൂസ് കഴിഞ്ഞു. പിന്നെ 3 നിറങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ദ വേൾഡ് ഓഫ് എട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നേക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് 60 സ്നേക് പീക്കാണ്. പിന്നെ ഡ്രിങ്കർ സായി എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങി. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ പടത്തിലത്തെ ബുജ്ജി തള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഈ നവംബറിൽ റിലീസ് ആവുന്നുള്ള അറിയിച്ചു. പിന്നെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ പടത്തിന്റെ 6 days to go പോസ്റ്റർ വന്നു. പിന്നെ സീബ്ര എന്ന് പറഞ്ഞ പടത്തിന്റെയും 6 days to go പോസ്റ്റർ വന്നു. പിന്നെ സീബ്ര എന്ന് പറഞ്ഞ പടത്തിന്റെ തന്നെ ഓവർസീസ് റൈറ്റ്സ് എടുത്തിരിക്കുന്ന ഹംസിനി എന്റർടൈൻമെന്റ് ആണെന്നുള്ള അറിയിച്ചു. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞിട്ടുള്ള നണ്ടപൂർ ബാലകൃഷ്ണയുടെ 150ാമത്തെ പടത്തിന്റെ ടൈറ്റിൽ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അത് 10 മില്യൺ+ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ തന്നെ തമന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി രാജാസാബിന്ന് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചറിന്ന് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ദേ കോൾ ഹിം ഓജി എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അഖണ്ഡ 2 താണ്ഡവം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അതേമാതിരി ജാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. പിന്നെ സബ് ഇൻസ്പെക്ടർ യുഗന്ധർ അല്ലെങ്കിൽ SI യുഗന്ധർ എന്ന് പറഞ്ഞ പടത്തിന്റെ പൂജ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പൂജ നടന്നതിന്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഹോംബാല ഫിലിംസ് പ്രസന്റ് ചെയ്യുന്ന ഒരു പടം. ക്ലീം പ്രൊഡക്ഷൻസ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മഹാവതാർ നരസിംഹ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ മട്ക എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നതിന്റെ പടത്തിലത്തെ ജോക്ക് ബോക്സ് പുറത്തിറക്കി. പിന്നെ മയ എന്ന് പറഞ്ഞ പടത്തിന് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പരാക്രമം എന്ന് പറഞ്ഞ പടത്തിന് ട്രെയിലർ പുറത്തിറങ്ങി. നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ബൈരതി രണകൾ എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. മഫ്തി എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രീക്വലായിട്ട് പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബ്രദർ എന്ന് പറഞ്ഞ പടത്തിന്റെ ലോ ക്വാളിറ്റി പ്രിന്റ് എന്ന് വെച്ചാൽ HD ആയിട്ട് ലീക്ക് ആയിട്ടുണ്ട്. ഒഫീഷ്യൽ OTT റിലീസ് അല്ലാതെ. അതേമാതിരി ബ്ലഡി ബഗറിന്റെയും ലീക്ക് ആയിട്ടുണ്ട്. അമരൻ എന്ന് പറഞ്ഞ ശിവാർത്തിന്റെ പടത്തിന്റെ ലീക്ക് ആയിട്ടുണ്ട്. പിന്നെ അജിത് കുമാറിന്റെ വിടാമുയർച്ചി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഒറ്റ ഇഷ്ട കഥ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്ന് വെച്ചാൽ കൈദിയൊക്കെ പോലെ ഒരു ഇഷ്ട കഥ. പക്ഷേ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ പോസ്റ്റർ വെച്ച് നോക്കുമ്പോൾ ഒക്കെ തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ തളപതി എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയും രജനീകാന്ത് അഭിനയിച്ച പടം റിലീസിന് ഒരുങ്ങുകയാണ് ഡിസംബർ 12. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ വെല്ലേട്ടൻ എന്ന് പറഞ്ഞ പടം റിലീസിന് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടീസർ വരുമെന്ന് പറഞ്ഞിരുന്നു. ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. എന്തായാലും റിലീസിന് എത്തുന്നത് നവംബർ 29 എന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഇതിലൂടെ. പിന്നെ കങ്കു എന്ന് പറഞ്ഞ സൂര്യയുടെ പടത്തിന്റെ കേരളത്തിലത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ 4.20 കോടിയായിരുന്നു. രണ്ടാമത്തെ ദിവസത്തെ 75 ലക്ഷം എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ പടത്തിലത്തെ ഒരു സ്നേക് പീക്ക് പുറത്തിറങ്ങിയിരുന്നു. പിന്നെ അവർ ഒഫീഷ്യലായിട്ട് ഫസ്റ്റ് ഡേയിൽ എത്ര കിട്ടിയെന്നുള്ള അറിയിച്ചിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള 58.62 കോടി എന്നുള്ളതാണ്. പക്ഷേ 38 to 40 കോടി തന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് നോർമലി കേൾക്കുന്നത്. ഇതൊരു പ്രൊമോഷണൽ ഫിഗർ മാത്രമാണ്. പിന്നെ 2 ദിവസം കൊണ്ട് 89.32 കോടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അത്ര ഒന്നും ആയിട്ടില്ല. ഏകദേശം 53 to 55 കോടി ആ ലെവലിലായിട്ടുള്ളൂ എന്നുള്ളതാണ് കേട്ടത്. പിന്നെ തമിഴ്നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 2024 6ാം സ്ഥാനത്താണ് കാങ്കുക. 11.30 കോടിയാണ് നേടിയിട്ടുള്ളത് ആദ്യ ദിവസം. ഏറ്റവും കൂടുതൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് 31 കോടിയായിട്ട്. 2ാം സ്ഥാനത്ത് വേട്ടയാനാണ് 19.50 കോടിയായിട്ട്. 3ാം സ്ഥാനത്ത് അമരനാണ് 15.75 കോടിയായിട്ട്. 4ാം സ്ഥാനത്ത് ഇന്ത്യൻ 2 ആണ് 13 കോടിയായിട്ട്. 5ാം സ്ഥാനത്ത് തങ്കലാനാണ് 12.50 കോടിയായിട്ട്. 6ാം സ്ഥാനത്ത് കങ്കുവ 11.30 കോടിയായിട്ട്. 7ാം സ്ഥാനത്ത് റായനാണ് 11.10 കോടിയായിട്ട്. പിന്നെ ശിവയുടെ അടുത്ത പടം അജിത് കുമാറിനെ വെച്ചിട്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അജിത് കുമാറിനെ വെച്ചിട്ട് ഓൾറെഡി 4 പടം ചെയ്തതാണ്. ഒന്ന് വീരം, പിന്നെ വേതാളം, പിന്നെ വിശ്വാസം. ഈ 3 പടം നല്ല പടമായിരുന്നു. എൻ്റെ ഇടയിൽ കൂടെ ഒരു വിവേകം ചെയ്തിരുന്നു. അവർ കൂടെ പടമായിരുന്നു. പിന്നെ കഴിഞ്ഞാൽ കങ്കുവ 2 ആവും തുടങ്ങാന്നുള്ള ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ ഗ്രീൻ സ്റ്റുഡിയോയുടെ നാനവേൽ രാജ് ആള് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ 1ാമത്തിന് ഇറക്കിയ പൈസ ഒക്കെ തിരിച്ചു കിട്ടും എന്നുള്ളതാവും. പിന്നെ കുബേര എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് പുറത്തിറങ്ങിയിരുന്നു. നല്ല ഗ്ലിംസ് ആയിട്ടാണ് തോന്നിയത്. കാണാത്തതിന് ജസ്റ്റ് കണ്ടുപോക്കുക. എന്തായാലും ഗ്ലിംസ് ഒക്കെ ട്രെൻഡിങ്ങിലൊക്കെ തന്നെയായിരുന്നു. യൂട്യൂബിൽ 6 മില്യൺ+ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള ബേസിൽ ജോസഫും നസറിയ അഭിനയിക്കുന്ന പടത്തിന്റെ ട്രെയിലർ ഇന്ന് 5 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. നല്ലൊരു ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. ഇതിൽ ബേസിൽ ജോസഫിന്റെ പേര് മാനുവൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആളൊരു കള്ളത്തരക്കുള്ള ഒരു ആളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതേമാതിരി നസറിയയുടെ പേര് പ്രിയദർശിനി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ നസറിയയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബേസിൽ ജോസഫിന്റെ അയൽവാസിയായിട്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ നസറിയക്ക് ഈ ഒളിഞ്ഞുനോട്ടം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള സൂക്ഷ്മദർശിനി എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ നസറി ഇങ്ങനെ എത്തിച്ചു നോക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതാന്നുള്ള അതിൻ്റെ ഇടയിൽ നോക്കി കഴിഞ്ഞാൽ ഒരു കണ്ണ് കാണാം. ആളുടെ പേര് തന്നെയാണ് പ്രിയദർശിനിയിലത്തെ ദർശിനിയും. അതേമാതിരി ആൾ എത്തിച്ചു നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൂക്ഷ്മ എന്നുള്ളതും ചേർത്തിട്ടാണ് സൂക്ഷ്മദർശിനി പേരിട്ടിട്ടുള്ളത്. പിന്നെ മമ്മൂട്ടി, മഹേഷ് നാരായണൻ, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ
ഇവരൊക്കെ അഭിനയിക്കുന്ന പടം. ആ പടത്തിൻ്റെ ഷൂട്ടിനായിട്ട് മോഹൻലാൽ ശ്രീലങ്കയ്ക്ക് പോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലൊക്കേഷൻ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇത് മമ്മൂട്ടിയുടെ 429ാമത്തെ പടമാണ്. ഈ മോഹൻലാലിനെ വെച്ചിട്ട് ജിത്തു മതം ഒരു പടം എടുക്കുന്നുണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ഏകദേശം കൺഫേം ആയ രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും മോഹൻലാൽ അതിന് ഓക്കെ എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ, ഗംഭീര പടം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിനായിട്ട് മുന്നേ പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാം ഭാഗം, പുഷ്പ ദ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാം ഭാഗം, അത് USA റിലീസിനെത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഒറ്റ ദിവസത്തിനാണ് 19 നവംബർ 19. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് ദേവശ്രീ പ്രസാദ് ആണെങ്കിലും ആൾ കൂടാതെ 2-3 മ്യൂസിക് ഡയറക്ടേഴ്സ് കൂടി ഉണ്ടാവും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ട്രെയിലർ നാളെയാണ് വരുന്നത് 6:03 5 മണിക്ക്. ഇതിൻ്റെ ഒരു ലോഞ്ച് ഇവൻ്റ് നടക്കുന്നുണ്ട് പട്നയിൽ വെച്ചിട്ട്. എന്തായാലും പോസ്റ്റർ ഇതാണ്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റർ കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്ന് ദസറ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പോസ്റ്ററാണ്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങളിത് കണ്ടിട്ട് ഏകദേശം ഒരേപോലെ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. കളർ ഗ്രേഡിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും എന്തായാലും ഗംഭീര പോസ്റ്റർ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ അല്ലു അർജുൻ്റെ അടുത്ത പാട്ട് എടുക്കുന്നത് ത്രിവിക്രമായിരിക്കും എന്നുള്ളത് അല്ലു അർജുൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ നടപൂർ ബാലകൃഷ്ണയുടെ അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പരിപാടി ഉണ്ട്, അതിൽ പോയപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും അല വൈകുണ്ഠപുരമിലോ എന്ന് പറഞ്ഞ നേരത്തെ വേറൊരു രീതിയിലുള്ള പടമൊക്കെ പ്രതീക്ഷിക്കാം. അല വൈകുണ്ഠപുരമിലോ നല്ല പടമായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ ട്രെയിലർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇവൻ്റ് നടക്കുന്ന പട്നയിൽ എന്ന് പറഞ്ഞിരുന്നു. ഗാന്ധി മൈതാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത് 5 മണിക്ക്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസിനായിട്ട് ഭജ്പൂരി സ്റ്റാർ അക്ഷര സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അവിടെ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, വിളിക്കൊണ്ട് വിളിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.